കേസ് ജയിക്കുമ്പോൾ ഞാൻ അങ്ങനെ അതിര് കടന്ന് സന്തോഷിക്കാറില്ല സർ. കാരണം എന്റെ വിജയത്തിന് എന്റെ പ്രയത്നം മാത്രമല്ല, നിങ്ങളുടെ പ്രയത്നത്തിന്റെ പോരായ്മ കൂടി ചേരുമ്പോഴേ എന്റെ വിജയമാവും. ആ പോരായ്മ പരിഹരിച്ച് മുന്നേറാൻ ഭാഗ്യമെന്ന 2 അക്ഷരം കൂടി വേണം അടുത്ത കേസിൽ. അങ്ങനെയൊരു ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എതിർഭാഗം വക്കീൽ ഞാനല്ലെങ്കിൽ. ആശാനെ, എന്നാ പിന്നെ പോയേക്കാം. പോയേക്കാം. താൻ പ്രീതിയോടും പാറിനോടൊക്കെ അന്വേഷണം പറ. നീ തന്നെ ഇപ്രാവശ്യം രക്ഷകനായിട്ട് മാറിയെന്നും പറഞ്ഞോ? അവൾ അറിയട്ടെ അവളുടെ ഭർത്താവ് അവളുടെ ഏട്ടനെ രക്ഷിച്ച മിടുക്കനായിട്ടുള്ള വക്കീലാന്നൊക്കെ. അതെ, അതിനുള്ള അവസരം ഉണ്ടാക്കി തരുന്ന ആരാ? അവളുടെ ആങ്ങളെയും. എന്നാ പിന്നെ ഞാൻ വിടുവാ. ഇനി അടുത്ത കേസിൽ നമുക്ക് കാണാം. എന്നാ ശരി ശാലിനി. ശരി. എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, ഓഫീസിലേക്ക് പോണം. എടുത്തമ്മയ്ക്കൊന്ന് ജോലിക്ക് പോണോ? ആ പിന്നെ പോണ്ടേ? അല്ല, ഈ കേസ് ജയിച്ചതിന്റെ ആഘോഷമൊന്നുമില്ല അപ്പോ? ഭർത്താവ് ആഴ്ചയിൽ ഓരോ കേസ് ഒപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞേ കളക്ടർക്ക് അങ്ങനെ ലീവ് ഒന്നും കിട്ടില്ല. ഇങ്ങനെ പോയാൽ കേസ് നടത്താനുള്ള കാശിന് വേണ്ടി മാത്രം ഞാൻ ജോലിക്ക് പോകേണ്ടി വരും. എന്നാലേ വൈകിട്ട് കാണാം കേട്ടോ. സാരമില്ല വിഷ്ണുട്ടാ. ആശാനെ, ആശാനെ, ഇതവിടെ ആലോചിച്ച് നിൽക്കുക. അപ്പൊ എല്ലാരും പോയ സ്ഥിതിക്ക് നമ്മളെന്തിനാ പിന്നെ ഇവിടെ നിൽക്കുന്ന? നമുക്കും പോവാം. ഇല്ല, എന്നാലും അവള് എടുത്തേമ്മ അച്ഛനെ, ഏട്ടത്തിയമ്മ അവള് നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല. പിന്നെ അതൊക്കെ ഉണ്ട്. പറയുന്നത് തെറ്റാണ്. സൗഹൃദം വേറെ, എന്റെ ജോലി വേറെ. രണ്ടും കൂടി കൂട്ടിക്കലർത്താൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. എന്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷേ അവരെല്ലാം എന്റെ സുഹൃത്തുക്കൾ മാത്രമാണ്. അവരെ ഒരിക്കലും എന്റെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ശരി. എന്താടോ വന്നിട്ടൊന്നും പറയാതിരിക്കുന്നത്? ഇപ്പൊ ഫോണിൽ കൂടി പറഞ്ഞതെല്ലാം ഞാനും കൂടി കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ തന്നെ എനിക്ക് പറയാനുള്ളത് ഞാനും പറയും. എന്താ തന്റെ ഇപ്പോഴത്തെ പ്രശ്നം? പറ. സാറേ, അല്ല സാറേ തന്നെ വിളിക്കാം. ഓഫീസിൽ വന്ന് ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തു എന്ന് പറയില്ലല്ലോ. ഈ കേസ് എങ്ങോട്ടാണ് സാർ പോകുന്നത്? വേലായുധനെ കുത്തിയത് ചാച്ചപ്പനാണെന്ന് ചാച്ചപ്പൻ കോടതിയിൽ സമ്മതിച്ചു. പിന്നെ അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, ഈ ചാച്ചപ്പൻ വേലായുധനെ കുത്താൻ എന്താ കാരണം? അത് അവര് തമ്മിലുള്ള പ്രശ്നം. അതും നമ്മൾ തമ്മിൽ എന്താ ബന്ധം? ബന്ധം എന്താണെന്നോ? വേലായുധൻ കുത്തുകൊണ്ട് കിടന്നപ്പോ വേലായുധൻ ആദ്യം പറഞ്ഞൊരു മൊഴിയുണ്ട്. കുത്തിയത് വിഷ്ണു ആണെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടാണ് വിഷ്ണു അത് ചെയ്തതെന്നുള്ള മൊഴി. ആ മൊഴി തെറ്റായിരുന്നെന്ന് വേലായുധൻ പിന്നെ പറഞ്ഞല്ലോ. അതുകൊണ്ടാണല്ലോ വിഷ്ണുവിനെ വെറുതെ വിട്ടത്. ശരി, സമ്മതിച്ചു. ആദ്യം വേലായുധൻ കൊടുത്ത മൊഴിയിലെ ഒരു കൊലപാതകത്തിന്റെ കാര്യം വേലായുധൻ പറഞ്ഞിട്ടുണ്ടല്ലോ.
ആ കൊലപാതകം ഒളിപ്പിക്കാൻ വേണ്ടിയാണ് തനിക്ക് 10 ലക്ഷം രൂപ ഗോപാലകൃഷ്ണൻ തരാന്ന് പറഞ്ഞെന്ന് പറയുകയും ചെയ്തു. ആ കൊലപാതകം ആരുടെയാ? നിങ്ങൾ എന്താ അതന്വേഷിക്കാത്തത്? എന്റെ മകനെ കൊന്നവർ നിയമത്തിന്റെ കണ്ണിൽ പൊടിയിട്ട് നടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് സാർ അത് സഹിച്ചുകൊണ്ടിരിക്കുക? ഇത്രയും നാൾ ഞാൻ നിയമത്തിന്റെ വഴിയിലൂടെയാണ് സഞ്ചരിച്ചത്, നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. പക്ഷേ എനിക്ക് നീതി കിട്ടിയില്ല. ഇനി ഞാൻ നിയമപരമല്ലാത്ത രീതിയിൽ ഒന്ന് സഞ്ചരിക്കാൻ പോവുക. ഒടുവിൽ എനിക്കെതിരെ നിങ്ങൾ നിങ്ങളുടെ നിയമവും പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്. അതൊന്ന് പറഞ്ഞിട്ട് പോവാനാ ഞാൻ ഇവിടം വരെ വന്നത്. ആ നിക്കടോ, പറയട്ടെ. വ്യക്തമായ തെളിവോടുകൂടിയാണ് വേലായുധൻ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഗോപാലകൃഷ്ണനെ നമുക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ വേലായുധൻ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ബോഡിയോ അതിന്റെ അവശിഷ്ടങ്ങളോ കണ്ടുകിട്ടിയിട്ടില്ലല്ലോ. കോടതിക്ക് വേണ്ടത് തെളിവാണ്. തെളിവുകളില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ തെളിവ് നോക്കിയിരുന്നോ? ഞാൻ എന്റേതായ രീതിയിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോവുക. എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാനും കാണിച്ചു തരാം.